ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കറിയത്തില്ല. പക്ഷേ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതിന് പക്ഷേ ഒരാളെ പേര് പറഞ്ഞു തന്നിട്ട് കുറേ ഇങ്ങനെ ഇൻസൈഡ് അവർ തിങ് ലൈക്ക് ഇൻസൈഡ് അവർ ഫാമിലി, ആ ഫാമിലിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇത് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞില്ല. ആരെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഉപ്പ ഇങ്ങനെ പറയുന്നു ഇത് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ. പക്ഷേ ആരെ പേര് കൂടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതാരാ ഇങ്ങനെ ഓർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു? ഓരെ പറ്റി എങ്ങനെ ആലോചിക്കുന്നു? ഇതാരാണ് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആവശ്യമൊന്നുമില്ല. യൂട്യൂബ് നോക്കിയാൽ കാണും. പക്ഷെ വേറെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോൾ കറൻലി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ എന്തെങ്കിലും പറയുമെന്നാ പറഞ്ഞു. ഇപ്പോൾ ഇതാരാന്നുള്ള എനിക്കറിയില്ല. പക്ഷെ ആരാന്നെങ്കിലും നിങ്ങളെ കാര്യം നോക്കി പറയും. ശരിയാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരിയായിരിക്കും. എനിക്കൊരു പണിയില്ല, ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് പോകുന്നത്. ഓക്കെ, വീഡിയോ ചെയ്ത് പോകുന്നത് ഇതെല്ലാം ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാനിങ്ങനെ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്നതിൽ ഈ നാട്ടുകാർക്ക് ഇന്ന് അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. Hey, do you want to go out? You're not that lucky. Don't call me again. I am standing on $5 million of real money. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പ്രോഗ്രസ് ആണെങ്കിലും അത് ഗ്രാജുവലി എന്താവും പേ ഓഫ് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഒരു വീഡിയോൻ്റെ തുടക്കം ഭാഗം ഞാൻ കാണിക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മുടെ സൊസൈറ്റി മൊത്തം ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്ര നാൾ തൊട്ട് ഇത്ര നാൾ വരെ സ്കൂൾ ലൈഫ്, അത് കഴിഞ്ഞ് കോളേജ് ലൈഫ്. അപ്പോൾ ഇത്രേ ഞാൻ കാണിക്കുന്നുള്ളൂ. ബാക്കി കാണിച്ച വീഡിയോൻ്റെ ലെങ്ത് കൂടും. പക്ഷേ ഈ ഒരു പോയിന്റ് ഉള്ള പോലെ തന്നെ മറ്റേ ഈ ഒരു ടെംപ്ലേറ്റിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും കുറേ ആൾക്കാർ അധികം. എനിക്ക് തോന്നുന്നില്ലല്ലോ ഈ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും. ആ പറഞ്ഞ ടെംപ്ലേറ്റ് ചെറിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും ആ ടെംപ്ലേറ്റിൽ ജീവിക്കുന്ന എല്ലാവരും പലരും. പക്ഷേ ലോകം ഫൈൻ, ഈ കാലം മാറി ഡിജിറ്റൽ ലോകമാണായി. പക്ഷേ ഇതും പറഞ്ഞ് എനിക്ക് ഉപ്പാൻ്റെ അടുത്ത് ഭീഷണിയില്ല വരുന്നത്. ഫോണെല്ലാം പൊട്ടിക്കുമെന്നല്ലോ മതി. എന്തിനാ പറയുന്നത് എനിക്ക് തിരിഞ്ഞില്ല. എന്തിനാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തിങ്ങനെ പോകുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി +2 കംപ്ലീറ്റ്. ഞാൻ +2 കംപ്ലീറ്റ് അല്ല, എനിക്ക് 10ാം ക്ലാസ് എങ്ങനെയല്ലോ പാസ്സായതാണ്. അപ്പോൾ എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാതെ എന്നിട്ട് കോട്ടും സ്യൂട്ടും ഇട്ട് നടക്കുന്നില്ല പറയുന്നത്. എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, വലിയ താല്പര്യമില്ല ഇതിനോടൊന്നും. കോണ്ടന്റ് ക്രിയേഷൻ പിന്നെ എത്തിക്കൽ ഹാക്കിങ് അതിനോടല്ല താല്പര്യം. പക്ഷെ ആ പറയുമ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ഇന്നായിട്ടുള്ള ആൾക്കാർ എന്നെ പറയുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാതെ എന്നിട്ട് നമുക്ക് വേറെ പറ്റിയായിരിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നത് ഞാൻ ചെയ്തു. അപ്പോൾ അതുപോലെ പിടിക്കുന്നില്ല. അത് ഓല് പറയും അന്നേരം അങ്ങനെ ഇങ്ങനെ ഒരു ഉരുണ്ട് കളിക്കും. ആരും മറ്റേ കോളിങ്ങില്ല ആൾക്കാർ ഉരുണ്ട് കളിക്കുന്ന പോലെ കാക്കാന്മാർ ടീംസ് ഇല്ല. അപ്പോൾ ഞാൻ ഒരാളെ അധിക്ഷേപിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പറഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോറി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോറി, അത് ആ ഒരു ഫ്രസ്ട്രേഷൻ പറഞ്ഞു തരാം. അപ്പോൾ സോറി ഇല്ല. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് യൂസ് ചെയ്യുമോ ഒന്നും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ എഡിറ്റിങ് പഠിച്ചു വരുന്നത്, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഇത് ഫോണ് പൊട്ടിക്കുമെന്നുള്ള ഭീഷണിയും അടിച്ചു പൊട്ടിക്കും. ഒരു കമൻറ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യമില്ല. ഒരു വീഡിയോൻ്റെ ഒരു റെഫറൻസ് ഇവിടെ ഞാൻ കാണിക്കും. ഈ കമന്റ് നോക്കിയാൽ നിങ്ങൾ നമ്മുടെ 99% പാരന്റ്സിന്റെയും വൺ ഓഫ് ദ മെയിൻ വെപ്പൺ ആണ് ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് എന്നുള്ളത്. 9 മാസം വയറ്റ് ചുമന്നതിന്റെ കണക്ക് തൊട്ട് LKG UKG പഠിച്ചതിന്റെ കണക്ക് തൊട്ട് തിന്നതിന്റെയും വളർത്തതിന്റെ എല്ലാത്തിന്റെയും കണക്ക് നമ്മുടെ മുമ്പിൽ നിരത്താനുണ്ടാവും. പക്ഷെ ഇങ്ങനെ കണക്ക് നിർത്താൻ അപ്പോൾ ഈ ഒരു റെഫറൻസ് വെച്ചിട്ട് ഞാൻ വീഡിയോൻ്റെ തുടക്കം മാത്രമേ കാണിക്കുന്നുള്ളൂ. എനിക്ക് ഫുള്ള് കാണിക്കാനുള്ള ഇതില്ല. എൻ്റെ വീഡിയോക്ക് ഒന്നാമതേ സ്റ്റോർ ആയില്ല. അപ്പോൾ മൊത്തം കാണിക്കുന്നത് ഞാൻ പ്രശ്നം. അപ്പോൾ ഇതിപ്പം തന്നെ എഡിറ്റ് ചെയ്യണോ വീഡിയോസ് ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യുന്ന ആ ഫിഗറേഡ് ആവും. അപ്പോൾ ഇതിൻ്റെ എല്ലാ അവസ്ഥയിൽ വെച്ചിട്ട് ഇവർക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എനിക്കൊരു സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇടുമ്പോൾ പോലും സ്വാതന്ത്ര്യമില്ല. ഇത് പറയുന്നത് വെച്ചാൽ റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. അതായത് നമ്മളെ പറ്റിയൊന്നും പറയരുത്, റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം. എല്ലാം താച്ചിട്ട് പൊന്നി ചമർന്ന് തലേന്നല്ല പറയുന്നത്. അത് എന്നാ ഭീഷണി ഉദ്ദേശിക്കാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ വീഡിയോക്ക് ശേഷം എന്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അത്ര പറയുള്ളൂ. കാര്യമായിട്ടൊന്നുമില്ല. ഈ 3 വീഡിയോ റെഫറൻസ്
ആദ്യത്തത് രണ്ടാമത്തത് ആദ്യത്തത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഇത് സ്ലോലി ആണെങ്കിലും സംഗതി പേ ഓഫ് ചെയ്യും. പക്ഷെ അവർ വിശ്വസിക്കുന്നവരല്ല, അവർ റിയാലിറ്റിയാണ്. അപ്പോൾ രണ്ടാമത് കാണിച്ചതെന്ന് വെച്ചാൽ ആ ഒരു ടെംപ്ലേറ്റ് ഉള്ള കാര്യം തന്നെയാണ് സൊസൈറ്റിയിൽ. അത് ഇപ്പോൾ 19ന്റെ കാര്യം എടുത്ത് നോക്കുന്നത് മോസ്റ്റ് ഓഫ് ദ 19 കിഡ്സ് എന്താണ് ഈ ഒരു ടെംപ്ലേറ്റിലൂടെ ജീവിച്ചത്. ഈ വീഡിയോ ഒരുപാട് കളിയാക്കൽ എനിക്ക് വരുമായിരിക്കും. ഐ ഡോണ്ട് കെയർ. എൻ്റെ ഇൻസൈഡിൽ നിന്നാണ് ഇത്. മറ്റേ ഫാമിലി റിലേറ്റീവ്സ് ലൈക്ക് ദാറ്റ് തിങ്. സോ ഇല്ല, അത്ര അറിയുള്ളൂ. അപ്പോൾ മൂന്നാമത് കാണിച്ച ഇത് മറ്റേ നമ്മളെ പാരൻസിൻ്റെ ഇത് ആ ഒരു ഗുണനിലവാരം എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് താല്പര്യമില്ല. പക്ഷെ പാരൻസ് എത്രത്തോളം നല്ലതാണെന്നല്ല ആൾക്കാരോട് എങ്ങനെയാണ് ഇതാകണ്ടേ മറ്റേ എക്സ്പ്രസ് ചെയ്യേണ്ടത് വെച്ചാൽ എന്തായാലും പാരൻസിൻ്റെ ഒരു ഇതാണ് കാണിച്ചത്. അപ്പോൾ ഇല്ല, അത്രേ പറയുള്ളൂ. പറയാൻ എന്തിരി കൂടുതൽ നമ്മൾ ഇതൊന്നും ആരും മനസ്സിലാക്കൂല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരോ. അപ്പോൾ ഇതിനെ കുറിച്ചൊന്നും പറയാണ്ടിരിക്കാനല്ല. അപ്പോൾ നമ്മളിത് സൈഡായിട്ട് ഇങ്ങനെ പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങളെല്ലാം തിങ്ക് ചെയ്യുന്നത് ശരിയാണ്. ഫാമിലീൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു പണിയില്ല, ജോബില്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ല, ഓക്കെ ഫൈൻ. എൻ്റെ അടുത്ത് കുറച്ച് ചെറിയ പൈസ ഉണ്ടാകുന്ന ഒരു തരം കിട്ടുക. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പം ഞാനിത് സൈഡിൽ കൂട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇതാരെല്ലോ എടുത്തിട്ട് ഉമ്മാക്കും ഉപ്പാക്കെല്ലാം ഷെയർ ചെയ്തിട്ട് എന്തെല്ലോ പ്രശ്നം ഉണ്ടാക്കും ഉദ്ദേശിക്കുന്നത്. ഈ നാട്ടുകാരല്ലേ മെയിനായിട്ട് പ്രശ്നം. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്നല്ലോ മനസ്സിലാകുന്നില്ല. ഒട്ടാ അടി ഉണ്ടാക്കലാണോ ആൾക്കാരിനൂടെ. ഓൽക്കിത് സെർച്ച് ചെയ്ത് എത്താൻ കാണും. പക്ഷേ ആരും ഇത് ഷെയർ ചെയ്ത് തുടങ്ങില്ല എനിക്ക് തോന്നിപ്പോൾ. പക്ഷേ ഇല്ല, എല്ലാം ശരിയായിരിക്കും. സ്ലോലി ആണെങ്കിലും എല്ലാം പേ ഓഫ് ആയിരിക്കും അല്ലേ. പ്രതീക്ഷിക്കാം. വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ്. സോ we all see later on. So bye for now from Azullah. Bye. That's all I gotta say.